പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സിറ്റി എക്സാം കൊമേഴ്സ് യൂണിറ്റ് 1 മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് ആൻഡ് സ്ട്രാറ്റജീസിലെ മൊഡ്യൂൾ 1 ബേസിക് കൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻറ്റിലെ ഇമ്പോർട്ടൻറ്റ് ഏരിയാസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഡെഫിനിഷൻ ഓഫ് മാനേജ്മെൻറ്റ്. FW ടൈലറുടെ ഡെഫിനിഷനാണ് മാനേജ്മെൻറ്റ് ഈസ് എ ആർട്ട് ഓഫ് നോവിങ് വാട്ട് യു വാണ്ട് ടു ഡു ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. ചെയ്യേണ്ട ടാസ്ക് അത് ബെസ്റ്റ് ആയിട്ടുള്ള ചീപ്പസ്റ്റ് വേയിലൂടെ ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് എന്ന് FW ടൈലർ പറഞ്ഞു വെക്കുന്നു. മറ്റൊരു ഡെഫിനിഷൻ മാരി പാർക്കർ ഫോളറ്റിൻ്റെ മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരെ കൊണ്ട് ഡയറക്ഷനിലൂടെ ചെയ്യേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനാണ് മാനേജ്മെൻറ്റ് എന്നും പറഞ്ഞു വെക്കുന്നു. ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഗോൾ ഓറിയൻറ്റഡ്, ഫോക്കസ് ഓൺ അച്ചീവിങ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ യൂണിവേഴ്സൽ, ആപ്ലിക്കബിൾ ഇൻ ഓൾ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. എക്സാമ്പിൾ ബിസിനസ്, ഗവൺമെൻറ്, NGOs. എല്ലാ തരത്തിലുള്ള ഓർഗനൈസേഷനിലും ഇത് ആപ്ലിക്കബിൾ ആണ്. നെക്സ്റ്റ് വൺ കണ്ടിന്യൂസ് പ്രോസസ്, ഓൺ ഗോയിങ് ആൻഡ് നെവർ എൻഡിങ്. മാനേജ്മെൻറ്റ് എന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഗ്രൂപ്പ് ആക്ടിവിറ്റി. മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ് കോർഡിനേറ്റിംഗ് പീപ്പിൾ ആൻഡ് ടീം വർക്ക്. കോർഡിനേറ്റിംഗ് പീപ്പിൾ അതുപോലെ ടീം വർക്ക് ഇതൊക്കെ മാനേജ്മെൻറ്റിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് വൺ ഡൈനാമിക് ഫങ്ഷൻ, അഡാപ്റ്റ്സ് ടു ചേഞ്ച് ഇൻ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിലെ ചേഞ്ചസ് അനുസരിച്ച് മാനേജ്മെൻറ്റ് ഫങ്ഷൻസും ചേഞ്ചസ് ചെയ്യുന്നു. അത് പോസിബിൾ ആകുന്നുണ്ട് ഈ മാനേജ്മെൻറ്റിൽ. കോൺസെപ്റ്റ്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഫസ്റ്റ് വൺ ഫങ്ഷണൽ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മാനേജേഴ്സ് ചെയ്യുന്ന ഫങ്ഷനെയാണ് മാനേജ്മെൻറ്റ്. ആ ഫങ്ഷൻസ് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ ഹെൽപ്ഫുള്ളായിരിക്കണം. നെക്സ്റ്റ് വൺ ഹ്യൂമൻ റിലേഷൻസ് കോൺസെപ്റ്റ്. ഹ്യൂമൻ ആസ്പെക്ട്സിനെയാണ് ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഓർഗനൈസേഷനിൽ സോഷ്യൽ സിസ്റ്റമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഡിസിഷൻ മേക്കിംഗ് കോൺസെപ്റ്റ്. ബേസിക് ആയിട്ടുള്ള ഡ്യൂട്ടി ഓഫ് മാനേജേഴ്സ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. മാനേജ്മെൻറ്റ് എന്നതാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പ്രൊഡക്ടിവിറ്റി, പ്രൊഡക്ടിവിറ്റി ബേസ്ഡിലാണ് മാനേജ്മെൻറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സിസ്റ്റം കോൺസെപ്റ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്ത് അതിനെ പ്രാപ്തമാക്കുക എന്നതാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ടിനെ മൂന്നായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ക്ലാസിക്കൽ അപ്രോച്ച്, നിയോ ക്ലാസിക്കൽ അപ്രോച്ച്, ലാസ്റ്റ് വൺ മോഡേൺ അപ്രോച്ച്. Classical approach again classified into 3: scientific approach, administrative management and bureaucratic approach. Neoclassical approach again classified into 2: human relation, behavioral science. Modern approach, quantitative approach, science system approach and contingency approach. First one, classical approach, scientific management. FW ടൈലറാണ് ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വൺ ബെസ്റ്റ് വേ ടു ഡു എ ജോബ് എന്നതാണ്. നെക്സ്റ്റ് വൺ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ഓർ ജനറൽ മാനേജ്മെൻറ്റ്. ഫാദർ ഓഫ് മോഡേൺ ഓർ ജനറൽ മാനേജ്മെൻ്റ് ആണ് ഹെൻറി ഫയോൾ. ജനറൽ മാനേജ്മെൻറ്റ് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് മാനേജേഴ്സ് അതുപോലെ ബേസിക് ആയിട്ടുള്ള മാനേജറൽ ഫംഗ്ഷനെയാണ്. FW ടൈലർ 14 പ്രിൻസിപ്പിളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്സ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, റെമ്യൂണറേഷൻ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ടു ജനറൽ ഇൻട്രസ്റ്റ്, സെൻട്രലൈസേഷൻ, സ്കെയിലർ ചെയിൻ, ഓർഡർ, ഇക്വിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് ടെൻഡർ, ഇനിഷ്യേറ്റീവ്, ഈസ്പ്രൈറ്റ് ഡി ക്രോപ്സ്. ലാസ്റ്റ് വണ്ണാണ് ബ്യൂറോക്രസി തിയറി. മാക്സ് വെബർ പറഞ്ഞു വെക്കുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഹൈറാർക്കിയുടെ ക്ലിയർ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ച്. ക്ലാസിക്കൽ തിയറിയിലെ അതിൻ്റെ മോഡിഫൈഡ് വേർഷനാണ് നിയോ ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത്. എൽട്ടൺ മായോ, മാരി പോട്ടർ ഫോളട്ടുമാണ് ഇതിൻ്റെ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിലേഷൻ തിയറി എൽട്ടൺ മായോ. ഇത് തന്നെയാണ് സോഷ്യൽ സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിലെ സോഷ്യൽ സിസ്റ്റമായിട്ട് അതിനെ കണ്ടുകൊണ്ട്, അതായത് ഗ്രൂപ്പിൻ്റെ നോംസും അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഇത്. നെക്സ്റ്റ് വൺ ബിഹേവിയറൽ അപ്രോച്ച് ഓർ ബിഹേവിയറൽ സയൻസ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇത് ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഒരു ഓർഗനൈസേഷൻ്റെ ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് സാധ്യമാക്കുന്നു എന്നതാണ്.
തേർഡ് ക്ലാസിഫിക്കേഷനാണ് മോഡേൺ അപ്രോച്ച്, ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്. മാനേജീരിയൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ ടൂൾസ് അല്ലെങ്കിൽ ടെക്നിക്സ്, അതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് തിയറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എക്സാമ്പിളായിട്ട് പെർട്ട്, ലീനിയർ എന്നൊക്കെ പറയാം. കൂടാതെ ഇതിനെ മാത്തമാറ്റിക്കൽ അപ്രോച്ച്, റീസണിംഗ് തിയറി അപ്രോച്ച് എന്നൊക്കെ അറിയപ്പെടുന്നു. നെക്സ്റ്റ് വൺ, സിസ്റ്റം അപ്രോച്ച്. ഓർഗനൈസേഷൻ അഡാപ്റ്റിവിറ്റി സിസ്റ്റമായിട്ട്, അതായത് ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നതാണ് ഈ സിസ്റ്റം അപ്രോച്ചിൽ പറയുന്നത്. ലാസ്റ്റ് വൺ, കണ്ടിജൻസി അപ്രോച്ച്. സിസ്റ്റം അപ്രോച്ചിൻ്റെ ഒരു എക്സ്റ്റൻഷൻ വേർഷനാണ്. കൂടാതെ ഇതിനെ സിറ്റുവേഷണൽ അപ്രോച്ച് എന്നും വിളിക്കുന്നു. അതായത് മാനേജ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ ഡിമാൻഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സൊല്യൂഷൻ ആയിരിക്കും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് ഓർഗനൈസേഷൻ്റെ ഡിസിഷൻ എടുക്കാൻ കഴിയുന്നത് എങ്ങനെ എന്നതാണ് ഈ കണ്ടിജൻസി തിയറിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ബേസിക് കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻറ്റിലെ ചെറിയൊരു ഏരിയയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. താങ്ക്സ് ഫോർ വാച്ചിങ്.